അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒരു നബിയും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, ഒരു മലക്കും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, പിന്നെ ഒരു വലിയ പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ അള്ളാഹു അല്ലാത്തതിനെ പടച്ചവനായി അംഗീകരിക്കുന്നവനും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോകുന്ന പല സംഗതികളും ഉണ്ട്. പള്ളിയെ നിസ്സാരപ്പെടുത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് സ്വീപ്പാക്കി ചിരിപ്പിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റാകും. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പലതും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഒരാളൊരു വിഗ്രഹത്തിന്റെ അടുക്കൽ പോയി അതേ സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പണ്ഡിതന്മാർ വിധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായി പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദീർഘമായ ദിവസങ്ങൾ വഅദ് പറയാറുണ്ടായിരുന്നു. ആ വഅദുകളിൽ അസ്ബാബുർ റിദ്ദ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വിഷയങ്ങൾ അവിടുന്ന് വിശദീകരിച്ച് വഅദ് പറഞ്ഞത് കുട്ടിക്കാലത്ത് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള വഅദുകളെല്ലാം ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം വളരെ കുറഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളായി പറഞ്ഞ കാര്യങ്ങളല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വലിയ തെറ്റ്, ഉദാഹരണത്തിന് മറ്റൊരാളെ കൊന്നാൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ തന്നെ കൊന്നാൽ അവന്റെ ഈമാൻ കളഞ്ഞു കുളിച്ചു പോയി, ഈമാനില്ലാതെയായിപ്പോയി എന്ന് പറയണമെങ്കിൽ അവൻ അത് അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതേസമയത്ത് ഖവാരിജികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞത് അവരാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്ത ആളാണ് എന്നാണ് ഖവാരിജികൾ വാദിച്ചത്. ഇപ്പോഴുള്ള നമ്മുടെ പുത്തൻവാദികളായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നത് പോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്നായിരുന്നു ഖവാരിജി എന്ന് പറയുന്ന ആ പുത്തൻവാദികളുടെ വാദം. അവരാണ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി കയറി വരുമ്പോൾ അതാ തലക്ക് വെട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കഠിന വിരോധികളായ ഒരു ടീം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഖവാരിജാണ്, മറ്റൊന്ന് അവതേ ഒരു വർഗത്തിൽ തന്നെ പെട്ട നാസിബത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷിയാണ്. നാസിബത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ തങ്ങന്മാരെ വിരോധികളാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ മകളുടെ ഭർത്താവും അതേപോലെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനും 4 ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാം സ്ഥാനമുള്ള ഖലീഫയുമായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിസ്സാരപ്പെടുത്തുന്ന കക്ഷികൾ, അവർ നാസിബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്തൻവാദികൾ വളരെ പിഴച്ച ഒരു ടീമാണ്. അതിന്റെ പ്രചാരകരും ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫ അല്ല, മറിച്ച് 4ാമത്തെ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്ന പടുജാഹിലുണ്ട്. നമ്മൾ എത്ര കാലമായി ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട് എല്ലാ ഖുതുബയിലും 4 ഖലീഫമാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ എഴുതിയ കിതാബുകളിൽ വിവരിച്ച തർത്തീബ് പ്രകാരം ഓരോരുത്തരുടെയും ബഹുമാനത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് ഒന്നാമത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അങ്ങനെ എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ കിതാബിലും വിവരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് 4ാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് തങ്ങളാണ് എന്നതിൽ മുസ്ലിം ലോകത്താർക്കും തർക്കം ഇല്ല. പുതിയ പുതിയ തർക്കങ്ങൾ വലിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഏതെല്ലാം ശൈത്താനിന്റെ ഏജന്റുകളുണ്ടോ അവരെയൊക്കെ മുസ്ലിമീങ്ങൾ നന്നായി കരുതിയിരിക്കണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അവരുടെ വിവരക്കേടുകൾ അവരിങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തന്നെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന അതേ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വെറുക്കുന്നവൻ മുനാഫിഖായിരിക്കും, അവൻ മുഅ്മിനാവില്ല. അലി റളിയല്ലാഹു അൻഹുവിന് സ്നേഹം
സ്നേഹിച്ച് അമിതമായ സ്നേഹം പ്രകടിപ്പിച്ച് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ് എന്ന് പറഞ്ഞ വളരെ മോശമായ വാദമുന്നയിച്ച റാഫിളത്ത് എന്ന ഒരു കക്ഷി വേറെയുണ്ട്. അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ്, ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ താലിബാണ് എന്നാണ് അവരുടെ വാദം. ആ വാദം ഉന്നയിച്ചവർ റാഫിളത്ത് എന്ന് പറയുന്ന കടുകടുത്ത പിഴച്ചുപോയ കക്ഷികൾ ആണ്. അവർ 3 ഖുലഫാഉർ റാഷിദീങ്ങളെയും ചീത്ത പറഞ്ഞവരാണ്. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തുകയും അലി റളിയല്ലാഹു അൻഹുവിനെ മിമ്പറിൽ വെച്ച് തന്നെ ലഅനത്ത് ചെയ്യുകയും ചെയ്ത ടീമാണ് നാസിബത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമവി ഭരണകൂടത്തിലെ വലിയ നീതിമാനായ ഭരണാധികാരിയും ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് നടക്കുകയും ചെയ്ത വലിയ കറാമത്തുള്ള മഹാനായിരുന്നു. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോ ചെയ്ത ഒന്നാമത്തെ കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു എന്ത്? പള്ളിയുടെ മിമ്പറിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ആരും ഇനി മിണ്ടിപ്പോകാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു ശപിക്കുന്ന ചില മിമ്പറുകളുണ്ട്. ആ ശപിക്കുന്നതിന് ഇനി ആരെങ്കിലും അങ്ങനെ ശപിച്ചു പോയാൽ അവരുടെ പേരിൽ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരായിരുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന ആയത്ത് പള്ളിയിലെ മിമ്പറിൽ വെച്ച് ഓതണം എന്ന് ആദ്യമായി ഓർഡർ ചെയ്തത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ആ ചരിത്രങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജ്, അവരുടെ വാദമാണ് തെറ്റ് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന വാദം. തെറ്റ് ചെയ്തത് കൊണ്ട് ഒരാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയൂല. അതേ സമയത്ത് വൻ കുറ്റങ്ങളെ അത് തെറ്റല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോകും. ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല, വ്യഭിചരിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല, പലിശ വാങ്ങുന്നതിന് യാതൊരു വിരോധവും ഇല്ല, ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെയോ മറ്റൊരു ശരീരത്തെയോ കൊല്ലുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല, വിരോധമില്ല, ഹറാമില്ല, തെറ്റില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തു പോകും. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ വിശ്വസിക്കാതെ ചിലപ്പോൾ മാനസികമായ രോഗം പിടിപെട്ട്, അത് ചിലപ്പോൾ പെട്ടെന്ന് വരാവുന്നതല്ലേ ഉള്ളൂ, അങ്ങനെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയി അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ കാഫറായി ചത്തുപോയി എന്ന് നമ്മൾ പറയരുത്. കാരണം അവർക്കത് മാനസിക രോഗം കൊണ്ട് സംഭവിച്ചതായിരിക്കുമെന്ന് നമ്മൾ നല്ലത് വിചാരിക്കുകയാണ് വേണ്ടത്. പക്ഷേ സഹാബികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച ഒരു മയ്യിത്ത് അത് ആത്മഹത്യ ചെയ്ത് മരിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കുന്നില്ല. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. വലിയ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്തിനാണ്? അതിന്റെ ഗൗരവം സമൂഹം ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് അവിടുന്ന് മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ. നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ, ഈമാനില്ലായിരുന്നുവെങ്കിൽ സഹാബികളോട് നിസ്കരിക്കാൻ പറയില്ലായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയല്ലാതെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. ഈമാനോട് കൂടെ മരിച്ചവർ, ഈമാനുള്ളവർ, മുഅ്മിനീ, ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകും? നമ്മൾ ബാഹ്യമായിട്ടാണ് തീരുമാനിക്കുക. ആ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണ്, ഇന്നലെ വരെ നിസ്കരിച്ചവരാണ്, നോമ്പെടുത്ത അങ്ങനെ മുസ്ലിമായി ജീവിച്ചു വന്ന ഒരാളാകുമ്പോൾ അദ്ദേഹം മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുക. അതുകൊണ്ട് സഹാബികളോട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്നത്. അതിന്റെ പേരിലാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ളതാണെന്ന് അറിയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ മാറി നിന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനില്ലെന്ന് ഉറച്ച ഒരാൾ, ഒരു ക്രിസ്തീയ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ജൂത സഹോദരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പിച്ച് ചീന്തുന്ന, ഇസ്ലാം എന്ന് പുറത്തുപോയ ഒരു യുക്തിവാദി, അല്ലെങ്കിൽ അതാ ഞാൻ എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം എന്ന് രാജിവെച്ചു എന്ന് പച്ചയായി പ്രഖ്യാപിച്ച് നബിതങ്ങളെ ചീത്ത പറയുന്നവൻ, അങ്ങനെയുള്ളവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അതൊരു നിലക്കും അനുവദനീയമല്ല. അത് കടുകൊടുത്ത ഹറാമാണ്, നിസ്കരിക്കാൻ പാടില്ല എന്നതാണ് നിയമം. എന്നാൽ നജാശി രാജാവ് അദ്ദേഹം മുസ്ലിമായിരുന്നു.
സാലിഹായ അടിമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള കറാമത്തായിരുന്നു അവിടുത്തെ ഖബറിന്റെ മേലെ നിന്നിങ്ങനെ പ്രകാശം സ്ഫുരിക്കുമായിരുന്നു. ആ നജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചത് തൗറാത്ത് ഇഞ്ചീൽ വായിച്ചുകൊണ്ടാണ്. അതേ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വിവരമുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരം അവരുടെ എല്ലാം കൈവശത്തിൽ ഉണ്ട്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതമതത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ തൗറാത്തിൽ നിന്ന് പഠിച്ച് നബി തങ്ങളോട് ചില സംശയങ്ങൾ ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി മുഴുവനും തൗറാത്തിലുള്ളതിനോട് യോജിച്ചുകൊണ്ടായതിനാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച സഹാബിയായി. പക്ഷേ ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ജൂതമതത്തിലുണ്ടായിരുന്ന സമയത്ത് ആ മതത്തിന്റെ ആചാരം എന്ന നിലക്ക് ഒട്ടകത്തിന്റെ പാല് കുടിക്കാറുണ്ടായിരുന്നില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാറുണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ വന്നപ്പോഴും അതിനോടൊരു അറപ്പ്, ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ ഒരു അറപ്പ്, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ ഒരു അറപ്പ്. ആ അറപ്പുണ്ടായപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഈമാനുള്ളവരെ നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. നിങ്ങൾ വേറെ ഒരു മതത്തിന്റെ ആചാരമോ വേറെ ഒരു മതത്തിന്റെ സിദ്ധാന്തമോ വേറെ ഒരു മതത്തിന്റെ പരിപാടികളോ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പരിപൂർണ മുസ്ലിമീങ്ങളാകണം. വേറെ മതത്തിന്റെ ആചാരങ്ങളൊന്നും വാരിപ്പുണരേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിനില്ല. അത് മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കണം. ആരെല്ലാമോ എന്തെല്ലാമോ ചെയ്യുന്നത് കാണുമ്പോൾ അതൊക്കെ നമ്മളും ചെയ്യുക എന്നത് നമുക്ക് പറ്റില്ല. നമുക്ക് ഓരോന്നിനും നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.